ഗുഡ് മോർണിംഗ്. മാനേജറിയൽ എക്കണോമിക്സിലത്തെ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനെ കുറിച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ മീനിങ്ങും നമ്മൾ ഡിസ്കസ് ചെയ്തു. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും രണ്ടാമത് പഠിച്ച മൊണോപ്പൊളിയുടെയും ഒരു കോമ്പിനേഷൻ ആണ്. അവിടെ നമുക്ക് ഏതാണ്ട് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പക്ഷേ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് ആ മാർക്കറ്റ് സ്ട്രക്ചറിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുക. യൂട്ടിലിറ്റി അല്ലെങ്കിൽ യൂസേജ് ഒക്കെ സെയിം ആയിരിക്കും, ഒരുപോലത്തെ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഫാക്ടർ ആ പ്രൊഡക്റ്റിൽ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് കോമ്പറ്റീഷനെ വിളിക്കുന്ന പേരാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അതുപോലെ അതിലെ AR കർവിൻ്റെയും MR കർവിൻ്റെയും ഷേപ്പ് പഠിച്ചു. AR കർവ് എന്ന് പറയുന്നത് മൊണോപ്പൊളി കോമ്പറ്റീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ള പോലെ സ്ട്രേറ്റ് ലൈൻ ആവില്ല. അതുപോലെ മൊണോപ്പൊളി ഉള്ള പോലെ അത്രയ്ക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഉണ്ടാവില്ല. അതിന് രണ്ടിൻ്റെയും ഇടയിലായിരിക്കും എന്ത് വരിക, AR കർവ് വരിക. അതിൻ്റെ താഴെയായിരിക്കും MR കർവ് ഉണ്ടാവുക. അത് നമ്മൾ മൊണോപ്പൊളിയിലുള്ള പോലെ തന്നെ MR കർവ് AR കർവിൻ്റെ ബിലോയിലാണ് വരേണ്ടത്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത് അതിൻ്റെ ഫീച്ചേഴ്സാണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Features of monopolistic competition. First one is large number of producers. നമുക്കറിയാം ഈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് വളരെയധികം കൂടുതലായിരിക്കും. ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് എല്ലാം കുറേ ആയിരിക്കും. പക്ഷെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനെ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് നമ്പർ ഇല്ലെങ്കിലും ഏതാണ്ട് അതിൻ്റെ താഴെ വരത്തക്ക രീതിയിൽ ഒരു നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും അതിലുണ്ടാവുക. അതാണ് ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്, ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ആണ്. By differentiation, each seller tries to show that his product is different and better than those of competitors. Product differentiation ഉദ്ദേശിക്കുന്നത് each seller tries to show that his product is different from and better than those of competitors. എൻ്റെ കോമ്പറ്റീറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിനേക്കാൾ നല്ലതും ഡിഫറെൻറ്റുമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ ഓഫർ ചെയ്യുന്നത് എന്നാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനിൽ കൂടെ ഓരോ പ്രൊഡ്യൂസേഴ്സും പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം അഡ്വർടൈസ്മെൻ്റ് ആണ് ഓരോ പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത്. ആ മീഡിയത്തിൽ കൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ആഡ് നമ്മൾ കാണുമ്പോൾ ആൾ എന്താ ചെയ്യുക, മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് എനിക്കുള്ളത് അതാണ് ആ ആഡിൽ ആൾ ഹൈലൈറ്റ് ചെയ്ത് പറയാം. അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ആ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ആ ഹൈലൈറ്റ് ചെയ്ത ഫീച്ചേഴ്സിൽ ഇംപ്രസ്ഡ് ആയിട്ട് വേണം ഓരോ കസ്റ്റമേഴ്സും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നമ്മൾ നേരത്തെ പഠിച്ച പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇല്ല, കാരണം എല്ലാ പ്രൊഡ്യൂസേഴ്സും വിൽക്കുന്നത് ഒരുപോലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും. ദെൻ സെക്കൻഡ് പഠിച്ച മൊണോപ്പൊളിയിലും ഇതുപോലത്തെ ഒരു ഫീച്ചർ വരുന്നില്ല, കാരണം അവിടെ ആകെ ഒരേ ഒരു പ്രൊഡക്റ്റ് ഉള്ള ഒരേ ഒരു പ്രൊഡ്യൂസറോ ഉള്ളൂ. അപ്പോൾ അത് രണ്ടിനും ഇല്ലാത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. Differentiation is done by using different brand names, trademark, packing, color, design, etc. ഈ രീതിയിലൊക്കെ നമുക്കൊരു പ്രൊഡക്റ്റിന് ഡിഫറൻസിയേഷൻ നടത്താനായിട്ട് പറ്റും. ബ്രാൻഡ് നെയിം, മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു ബ്രാൻഡ് നെയിം നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാക്കേജിങ് ഡിഫറെൻ്റ് ആക്കാം, കളർ ഡിഫറെൻ്റ് ആക്കാം, ഡിസൈൻ ഡിഫറെൻ്റ് ആക്കാം, ഫ്രാഗ്രൻസ് ഡിഫറെൻ്റ് ആക്കാം, എന്ത് വേണമെങ്കിലും ഡിഫറൻസ് ആക്കാം. പക്ഷെ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അതാണ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. Due to product differentiation, different producers sell their product at different prices. ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസിൽ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് പറ്റും. കാരണം നമുക്ക് ക്ലെയിം ചെയ്യാം എന്താണ്, എൻ്റെ പ്രൊഡക്റ്റിന് ₹1 കൂടുതലാണ്. പക്ഷെ ആ കൂടുതലുള്ള കാരണം എന്താണ്, മറ്റ് പ്രൊഡ്യൂസേഴ്സിന് ഉള്ളതിനേക്കാളും ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചർ എൻ്റെ പ്രൊഡക്റ്റിനുണ്ട്, അതുകൊണ്ടാണ് അതിന് പ്രൈസ് കൂടിയത്. അതേസമയം ഒരുപോലത്തെ പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് വെച്ചാൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, എല്ലാവരും ഒരേ പ്രൈസിന് തന്നെ പ്രൊഡക്റ്റ് വിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉള്ളത് കൊണ്ടാണ് ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസ് ലെവലിൽ അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ.
Then the third one is free entry and access to firm. അത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ള അതേ ഫീച്ചർ തന്നെയാണ്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ മാർക്കറ്റിലേക്ക് എൻട്രി ആവാം. അതുപോലെ നഷ്ടമുണ്ടാക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് ബിസിനസ് നിർത്തിയിട്ട് മാർക്കറ്റ് വിട്ട് പോവാം. അതിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അത് നമുക്കറിയുന്നതാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അടുത്തത് ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. സെല്ലിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. എവറി പ്രൊഡ്യൂസർ ഹാസ് ടു ഫേസ് സിവിയർ കോമ്പറ്റീഷൻ ഫ്രം അതർ പ്രൊഡ്യൂസേഴ്സ്. Firms will have to spend large amount on advertisement. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ കൺസ്യൂമേഴ്സിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു മീഡിയം എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ആണ്. അങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, കമ്പനിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ കൺസ്യൂമറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എന്ത് അണ്ടർടേക്കൺ ചെയ്യേണ്ടതായിട്ട് വരും, ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റി അണ്ടർടേക്കൺ ചെയ്യേണ്ടതായിട്ട് വരും. അത് ക്യാരി ഓൺ ചെയ്താൽ നമുക്ക് എന്തായാലും എന്ത് കൂടും, കോസ്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റിന് അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഇനിയുണ്ട് പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡിൽ 4 പോയിന്റ്സ് ആണ് പഠിച്ചത്. ഫസ്റ്റ് എന്തായിരുന്നു, ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ്. കുറേ ആൾക്കാർ ഇത് വിൽക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, ഫ്രീ എൻട്രി ആൻഡ് ആക്സസ് ടു ഫേം, ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. ഇതാണ് ആദ്യത്തെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അടുത്തെന്താ നോക്കാം, no combination of all firms. Here the term group is used to denote the collection of firms producing unidentical but close substitute product. നമ്മളിപ്പോൾ ഫേമിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലായാലും അതുപോലെ മൊണോപ്പൊളിയിൽ പിന്നെ അങ്ങനെ വരുന്നില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ ഫേം എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യാറുണ്ട്, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യാറുണ്ട്. ഫേം എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻസിനെയും വിളിക്കുന്ന പേരാണ് ഫേം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഫേംസും കൂട്ടിച്ചേർത്തിട്ടുണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പക്ഷേ ഈ 2 ടേമും ഏതിൽ യൂസ് ചെയ്യില്ല, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ യൂസ് ചെയ്യില്ല. അതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. ഹിയർ ദ ടേം ഗ്രൂപ്പ് ഈസ് യൂസ്. ഫേം ഒന്നും ഉപയോഗിക്കില്ല, ഇൻഡസ്ട്രി ഒന്നും യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ എന്താണ് ഉപയോഗിക്കുക, ഗ്രൂപ്പ്. ഹിയർ ദ ടേം ഗ്രൂപ്പ് ഈസ് യൂസ് to denote the collection of firms producing unidentical but close substitute product. ഒരുപോലത്തെ unidentical ആയിട്ടുള്ള ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരുപോലത്തെ പ്രൊഡക്റ്റ് അല്ല, പക്ഷെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഒന്നിന് പകരം അത് മറ്റൊന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനത്തെ അൺഐഡന്റിക്കൽ ആയിട്ടുള്ള ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫേംസിനും ഇൻ ടോട്ടൽ വിളിക്കുന്ന പേര് ഗ്രൂപ്പ് എന്നാണ്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ അതിന് ഇൻഡസ്ട്രി എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷെ അതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്ന ടേം എന്താണ്, ഗ്രൂപ്പ് എന്നാണ് അതിനെ വിളിക്കുക. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത്, നോ കോമ്പിനേഷൻ ഓഫ് ഓൾ ഫേംസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഡിമാൻഡ് ഹൈലി ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് ആവാന്ന് വെച്ചാൽ എന്താണ്, വളരെ പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാവും ഡിമാൻഡിൽ. പ്രൈസിൽ വേരിയേഷൻ വന്നാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീച്ചറിൽ എൻ്റെ പ്രൊഡക്റ്റിന് വേരിയേഷൻ വന്നാൽ അതിനനുസരിച്ച് എന്തുണ്ടാവും, ഡിമാൻഡിലും വേരിയേഷൻ വരും. സപ്പോസ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം എൻ്റെ കോമ്പറ്റേറ്റീവ് പ്രൊഡക്റ്റുള്ള പ്രൊഡക്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ, എന്തെങ്കിലും ചേഞ്ചസ് അയാൾ കൊണ്ടുവന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറയും, ആളുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടും. അപ്പം അതുകൊണ്ട് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഡിമാൻഡ് ഹൈലി ഇലാസ്റ്റിക് ആണ്. പെട്ടെന്നായിരിക്കും അതിൽ ചേഞ്ചസ് ഉണ്ടാവുക. ഓക്കെ, അതാണ് അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ പ്രൈസിൽ ചേഞ്ചസ് വരുത്തിയിട്ടല്ല പ്രൊഡ്യൂസേഴ്സ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് പ്രൊഡ്യൂസേഴ്സ് സെൽ ദയർ പ്രോഡക്റ്റ് അറ്റ് ഡിഫറെന്റ് പ്രൈസസ് ബട്ട് ദേ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റി, കളർ, പാക്കിംഗ്, ഡിസൈൻ എക്സെട്ര. അതുകൊണ്ടാണ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം പ്രൈസ് കൂട്ടിയാലും കുറച്ചാലും നമുക്ക് പെട്ടെന്ന് മത്സരിക്കാം. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റിനേക്കാൾ കുറവ് വിലയ്ക്ക് വേറൊരു പ്രൊഡ്യൂസർ സെൽ ചെയ്താൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് കൂടുതൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഏതിൽ നടക്കണില്ല, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നടക്കണില്ല. അതിനെ വിളിക്കുന്ന പേരാണ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ.
ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഫീച്ചറാണ് ഈ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പ്രൈസ് അല്ല അവർ കോമ്പീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രൈസ് കൂട്ടിയിട്ടും കുറച്ചിട്ടും അല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്. വേറെ കുറേ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് ആയ ക്വാളിറ്റിയിൽ ഡിഫറൻസ് വരുത്താം, കളറിൽ ഡിഫറൻസ് വരുത്താം, പാക്കേജിൽ ഡിഫറൻസ് വരുത്താം, ഡിസൈനിൽ ഡിഫറൻസ് വരുത്താം. ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് ഈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലുള്ള ഫേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. പ്രൈസ് ഈസ് നോട്ട് എ വെപ്പൺ ഫോർ കോമ്പീറ്റിംഗ് ദി ഫേംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ്. അവർ അത് വെച്ചിട്ടല്ല അവർ കോമ്പീറ്റ് ചെയ്യുന്നത്. ദേ ഫോക്കസ് ഓൺ എനി അതർ ഫാക്ടേഴ്സ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഈസ് ലാക്ക് ഓഫ് നോളേജ് ഓഫ് ദി മാർക്കറ്റ്. There are innumerable products each being a close substitute of each other. The buyers do not know about all these products, their quality, പ്രൈസസ് എക്സെട്ര. നമുക്ക് തന്നെ അറിയാം, നമുക്ക് മാർക്കറ്റിൽ എന്തെല്ലാം പ്രൊഡക്ട്സ് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് ഫുൾ അവയർനെസ് ഒന്നുമില്ല. ചില പ്രൊഡക്റ്റുകൾക്കൊക്കെ നമുക്ക് നമ്മുടെ ആഡൊക്കെ കണ്ടിട്ട് ചില പ്രൊഡക്റ്റുകൾ നല്ല ഫെമിലിയർ ആണ്. നമ്മൾ അറിയാത്ത പല പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാക്ക് ഓഫ് നോളജ് ഓഫ് ദി മാർക്കറ്റ്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു പോയിന്റ് ആയിട്ട് പറഞ്ഞു ഫുൾ നോളജ് അബൌട്ട് ദി മാർക്കറ്റ് കണ്ടീഷൻ. അത് നമ്മൾ പറഞ്ഞു. പക്ഷെ അത് ഇവിടെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നടത്താനായിട്ട് പറ്റുന്നില്ല. ഇവിടെ എന്താണ്, നമുക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് ഫുൾ നോളേജ് ഇല്ല. മാർക്കറ്റിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് എന്നുള്ളത്, കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് ഉണ്ടാവും. പക്ഷെ എൻ്റയർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ആർക്കും ഉണ്ടാവില്ല. അതിൽ ഉള്ള പ്രൊഡ്യൂസേഴ്സിന് കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ ബയേഴ്സിന് അങ്ങനെ ഫുൾ നോളേജ് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാക്ക് ഓഫ് നോളേജ് ഓഫ് ദി മാർക്കറ്റ്. അപ്പോൾ ഇത്രയ്ക്ക് പോയിന്റ്സ് ആണ് നമുക്ക് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നേരത്തെ സ്ലൈഡിൽ കുറച്ച് പോയിന്റ്സ് പഠിച്ചു, അതുപോലെ ഇതിലും പഠിച്ചു. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. എങ്ങനെയാണ് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുക? പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. എങ്ങനെയാണ് ഈ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമ്മൾ പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്? Under monopolistic competition, price determined at the point at which MR and MC are equal, because at this point the firm is in a position to get maximum profit. നമ്മൾ നേരത്തെ പഠിച്ച പോലെ മൊണോപ്പൊളിയിൽ പഠിച്ച പോലെ MRഉം MCയും ഇന്റർസെക്ട് ചെയ്യുന്ന ഈക്വൽ ആവുന്ന പോയിന്റ് തന്നെയാണ്, ആ പോയിന്റിലത്തെ പ്രൈസ് തന്നെയാണ് ഏതിലും ഫിക്സ് ചെയ്യാം, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യും. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പൊ ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ MRഉം MCയും കൂട്ടിമുട്ടുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് ലെവൽ പ്രൈസ് ആണ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുക. ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് ദ ഫേം ഈസ് ഇൻ എ പൊസിഷൻ ടു ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ്. കാരണം ഈ പോയിന്റ് ആയിരിക്കും ആ ഫേമിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് വരിക. ആ ഇക്വിലിബ്രിയം പോയിന്റിലത്തെ പ്രൈസ് ഫിക്സ് ചെയ്താൽ ആ കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇതിൽ കോമൺ ആയിട്ട് പഠിക്കാനുള്ളൂ. ആസ് യൂഷ്വൽ നമ്മൾ മൊണോപ്പൊളിയിലും പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും പഠിച്ച പോലെ ഏത് പോയിന്റിൽ വെച്ചിട്ടാണോ MRഉം MCയും ഈക്വൽ ആവുന്നത്, ആ പോയിന്റ് ആണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുക. അതിന്റെ കറസ്പോണ്ടിങ് വരുന്ന പ്രൈസിൽ നമ്മൾ എന്തായിട്ട് ഫിക്സ് ചെയ്യും, പ്രൈസ് ആയിട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്യും. അത് ഫിക്സ് ചെയ്താൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് എയിം ചെയ്യാനും പറ്റും. ഇനി നമ്മൾ നേരത്തെ മൊണോപ്പൊളിയിൽ പഠിച്ചോളം തന്നെ നമുക്ക് ഇതിലും രണ്ട് ഹെഡ്സിലാണ് നമുക്ക് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും. മാർക്കറ്റ് പീരീഡ് ഇതിനും ഇല്ല. മാർക്കറ്റ് പീരീഡ് ആകെ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മാത്രമല്ലോ. ബാക്കി രണ്ടിനും ഏതന്നെയാണ്, ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് നമുക്ക് ഷോർട്ട് റൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇൻ ദ ഷോർട്ട് റൺ എ ഫേം മേ ബി ഇൻ എ പൊസിഷൻ ടു ഗെറ്റ് അബ്നോർമൽ പ്രോഫിറ്റ്, നോർമൽ പ്രോഫിറ്റ്, നോ പ്രോഫിറ്റ്, നോ ലോസ് ആൻഡ് ലോസ് ഓൺലി. 4 ഗ്രാഫായിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അബ്നോർമൽ പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, നോ പ്രോഫിറ്റ് നോ ലോസ് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ ലോസ് ഓൺലി, ലോസ് മാത്രമുള്ള ഗ്രാഫും നമുക്ക് ഷോർട്ട് റണ്ണിൽ വരും. അപ്പോൾ ഷോർട്ട് റണ്ണിൽ മൊത്തം 4 ഗ്രാഫുകളാണ് വരിക. These graphs are as same as in the case of monopoly. നമ്മൾ മൊണോപ്പൊളിയിൽ പഠിച്ച അതേ ഗ്രാഫിലാണ്, അതുപോലത്തെ ഗ്രാഫ് തന്നെയാണ് നമുക്ക് ഇതിലും പഠിക്കാനുള്ളത്. അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നമ്മൾ മൊണോപ്പൊളിയിലെ ഷോർട്ട് റണ്ണിൽ 3 ഗ്രാഫ് പഠിച്ചിട്ടുള്ളൂ. ഏതിൻ്റെയൊക്കെയാണ്? പ്രോഫിറ്റ്, നോ പ്രോഫിറ്റ്, നോ ലോസ്, ലോസ്. അതിന് അഡീഷണൽ ആയിട്ട് ഒരു ഗ്രാഫും കൂടി ഉണ്ട്. ഇതിൽ ഏതാണ്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അത് ആദ്യം നമുക്ക് നോക്കാം. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഒന്നാമത്തെ ഗ്രാഫാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ ഗ്രാഫ്.
In monopolistic competition, a firm may be in a position to get abnormal profit. നമുക്ക് monopolistic competitionിലത്തെ ഷോർട്ട് റണ്ണിൽ ഫേമിന് എന്തുണ്ടാക്കാൻ പറ്റും? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. It may get abnormal profit only when the demand is high and there is no close substitute for its product. എപ്പോഴാണ് നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുക? എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് വളരെയധികം കൂടുതലുമാണ്, അതുപോലെ എൻ്റെ പ്രൊഡക്റ്റിന് അധികം ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. Under these circumstances, the firm can fix higher price for its product and can get supernormal profit. അപ്പോൾ ഇതുപോലെ ഹൈ ഡിമാൻഡും ഉണ്ട്, അതുപോലെ എനിക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ്, കാരണം ഹൈ ഡിമാൻഡാണ്, എത്ര പ്രൈസ് ഫിക്സ് ചെയ്താലും എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ആൾക്കാരുണ്ട്. അതുപോലെ എൻ്റെ പ്രൊഡക്റ്റിന് പകരം യൂസ് ചെയ്യാനായിട്ട് അധികം പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എൻ്റെ പ്രൊഡക്റ്റിന് നല്ല പ്രൈസ് ഫിക്സ് ചെയ്യും ചെയ്യാം, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും പറ്റും. This is possible only in short period. ഇതുപോലെ monopolistic competitionലെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് നമുക്ക് ഷോർട്ട് പീരീഡിൽ മാത്രമേ ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. This is because in short run no new firms can enter into market. കാരണം എന്താണ്? നമ്മൾ മൊണോപ്പൊളിയിൽ പഠിച്ചോണം തന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സസ് എന്നൊരു ഫീച്ചർ ഉണ്ട്. പക്ഷെ ടൈം ഗ്യാപ്പ് വളരെ കുറവായതുകൊണ്ട് പുതിയ ഫേംസിന് മാർക്കറ്റിലേക്ക് എൻട്രി ആവാനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് അവർ എൻട്രി ആവണില്ല. ഓക്കെ, ദ ന്യൂ ഫേംസ് ക്യാൻ എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ്. ടൈം പീരീഡ് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് പുതിയ ഫേംസിന് നമ്മുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ആവാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഷോർട്ട് റണ്ണിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡും ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടും ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റിന് നല്ല പ്രൈസ് ചാർജ് ചെയ്യാനും പറ്റും, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും പറ്റും. ഇത് ഷോർട്ട് റണ്ണിൽ മാത്രം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലോങ് റണ്ണിലേക്ക് ഇത് അപ്ലിക്കബിൾ ആവില്ല. അതാണ് ഇതിൻ്റെ തിയറി ആയിട്ട് വരുന്നത്. ഇനി ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഗ്രാഫ് പ്രത്യേകിച്ച് നമുക്കൊന്നും പഠിക്കാനില്ല, നമ്മൾ മൊണോപ്പൊളിയിൽ പഠിച്ച അതേ ഗ്രാഫ് തന്നെയാണ്. നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. എന്നിട്ട് എന്താ വരയ്ക്കുന്നത്? എം ആർ കർവും എ ആർ കർവും വരയ്ക്കുക. എ ആർ കർവിൻ്റെ താഴെയായിട്ട് എം ആർ കർവ് വരത്തക്ക രീതിയിൽ വരയ്ക്കുക. then എന്ത് വരയ്ക്കുക? എം സി കർവ് വരയ്ക്കുക. എം ആറും എം സിയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് ഇക്വിബ്രിയം പോയിന്റ്. അതിന്റെ കൊറസ്പോണ്ടിങ് പ്രൈസ് ക്യൂ ആണ് ഇക്വിബ്രിയം ക്വാണ്ടിറ്റി ആയിട്ട് വരിക. then ആ ലൈൻ നേരെ എ ആർ കർവിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടി? പ്രൈസ് പോയിന്റ് കിട്ടി. ഇനി അടുത്ത നമ്മൾ പ്രോഫിറ്റ് ഏരിയ ആണ് മാർക്ക് ചെയ്യേണ്ടത്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? SAC കർവ് വരയ്ക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന്, നമ്മുടെ ഈ പ്രൈസിന്റെ പോയിന്റിൽ നിന്ന് കുറച്ചധികം ഗ്യാപ്പ് വരത്തക്ക രീതിയിൽ കുറച്ച് താഴത്തോട്ട് ആക്കി വരയ്ക്കുക. എന്നാലാണ് നമുക്ക് പ്രോഫിറ്റ് ഏരിയ കുറച്ചധികം ലെങ്തി ആയിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതൊക്കെ വരച്ചു കഴിഞ്ഞിട്ട് പ്രൈസ് ലെവൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വരയ്ക്കേണ്ടത് SAC കർവാണ്. അത് നമ്മുടെ പ്രൈസ് ലെവലിനേക്കാൾ ഇത്തിരി ഗ്യാപ്പ് വരത്തക്ക രീതിയിൽ യു ഷേപ്പായിട്ട് SAC കർവ് വരയ്ക്കുക. എന്നിട്ട് ഈ പോയിന്റ് ഈ പ്രൈസിന്റെ ഈ ലൈനും SAC കർവും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഇങ്ങോട്ട് യോജിപ്പിക്കുക. ഈ ഏരിയ നമ്മുടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത് നമ്മൾ മൊണോപ്പൊളിയിലെ പ്രോഫിറ്റിന്റെ ഗ്രാഫ് തന്നെയാണ്. ഇവിടെ വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോഫിറ്റിന്റെ ഈ ഏരിയ ഷെയ്ഡ് ചെയ്ത് ഏരിയയില്ലേ, അത് ഇത്തിരി വലുതായിട്ട് ഉണ്ടാവണം. എന്നാലാണ് അത് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് മനസ്സിലാക്കുള്ളൂ. വലുതാക്കാൻ എന്താ ചെയ്യേണ്ടതുള്ളൂ? SAC കർവ് വരയ്ക്കുമ്പോൾ ഈ എ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രൈസിന്റെ പോയിന്റിൽ നിന്ന് കുറച്ച് താഴെ വരത്തക്ക രീതിയിൽ എന്ത് വരയ്ക്കാം? SAC കർവ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ ഗ്രാഫ്. പുതുതായിട്ട് ഒന്നും പഠിക്കാനില്ല, മൊണോപ്പൊളിയിലെ പ്രോഫിറ്റിന്റെ ഗ്രാഫ് തന്നെയാണ് അത് വരുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ നോർമൽ പ്രോഫിറ്റ് ആണ്. അതും ഇതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആസ് യൂഷ്വൽ എ ആർ കർവ് വരയ്ക്കുക, അതിൻ്റെ താഴെയായിട്ട് എം ആർ കർവ് വരയ്ക്കുക, ദെൻ എം സി കർവ് വരയ്ക്കുക. നമുക്ക് ഇക്വിബ്രിയം പോയിന്റ് കിട്ടി, താഴത്തേക്ക് വരച്ചത് കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റി ആയിട്ട് ഫിക്സ് ചെയ്യുക. അത് നേരെ എ ആർ കർവിലേക്ക് ടച്ച് ചെയ്യിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? പ്രൈസ് പോയിന്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ഗ്രാഫാണ് വരയ്ക്കേണ്ടത്? നോർമൽ പ്രോഫിറ്റിന്റെ ഗ്രാഫാണ്. അപ്പൊ പ്രോഫിറ്റ് ഏരിയ അധികം ലെങ്തി ആവാണ്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ SAC കർവ് വരയ്ക്കുമ്പോൾ ഈ പ്രോഫിറ്റിന്റെ ഈ പോയിന്റിൽ നിന്ന് അധികം താഴോട്ട് വരാണ്ട് ഒരു SAC കർവ് വരച്ചാൽ നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടും. അതിങ്ങോട്ട് ടച്ച് ചെയ്യിപ്പിച്ചിട്ട് അത് ഷെയ്ഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? നോർമൽ പ്രോഫിറ്റിന്റെ ഗ്രാഫ് കിട്ടി. ഓക്കെ,
അപ്പോൾ നമ്മൾ രണ്ട് ഗ്രാഫ് വരച്ചു പഠിച്ചു. നോർമൽ പ്രോഫിറ്റും വരച്ചു, സൂപ്പർ നോർമൽ പ്രോഫിറ്റും വരച്ചു. അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൂപ്പർ നോർമൽ പ്രോഫിറ്റിനും നോർമൽ പ്രോഫിറ്റിനും ആ ഗ്യാപ്പ് വരത്തക്ക രീതിയിൽ, നോർമൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഇത് അധികം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ വരയ്ക്കണം. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഇത്തിരി ഗ്യാപ്പ് വരത്തക്ക രീതിയിലാണ് നമ്മൾ അത് വരയ്ക്കേണ്ടതായിട്ട് വരിക. ഇനി നമുക്ക് രണ്ട് ഗ്രാഫും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ്, നോ പ്രോഫിറ്റ് നോ ലോസ് ആണ് അടുത്തത്. അത് നമ്മൾ മൊണോപ്പൊളിയിൽ പഠിച്ച അതേ സെയിം ഗ്രാഫ് തന്നെയാണ്. നമ്മൾ ഇതെന്ത് വരയ്ക്കണം, AR കർവ് വരയ്ക്കുക, MR കർവ് വരയ്ക്കുക, MC കർവ് വരയ്ക്കുക, ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കുക, താഴ്ത്തി കൊണ്ടുവന്ന ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടി, അത് നേരെ AR കർവിലേക്ക് ടച്ച് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടി, പ്രൈസ് പോയിന്റ് കിട്ടി. നമുക്ക് വരയ്ക്കേണ്ടത് എന്ത് ഗ്രാഫാണ്, നോ പ്രോഫിറ്റ് നോ ലോസ് ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൈസിന്റെ ഈ പോയിന്റിൽ ടച്ച് ചെയ്ത് പോണ രീതിയിലുള്ള SAC കർവാണ് വരയ്ക്കേണ്ടത്. ഇതാണ് നമ്മുടെ പ്രൈസിന്റെ പോയിന്റ്. അതിൽ ടച്ച് ചെയ്ത് പോണ രീതിയിൽ എന്ത് കർവ് വരയ്ക്കുക, SAC കർവ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടി, നോ പ്രോഫിറ്റ് നോ ലോസ് കർവ് കിട്ടി. നമ്മുടെ മൊണോപ്പൊളിയുടെ സെയിം തന്നെ, യാതൊരു വ്യത്യാസവും ഇല്ല. അടുത്ത എന്താ വരയ്ക്കേണ്ടത്, ലോസിന്റെ കർവാണ്, അത് ഗ്രാഫാണ്. അതും നമ്മൾ മൊണോപ്പൊളിയത്തെ പോലെ തന്നെയാണ്. AR വരയ്ക്കുക, MR വരയ്ക്കുക, MC വരച്ച് ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടുപിടിക്കുക, താഴത്തോട്ട് വരച്ച കറസ്പോണ്ടിങ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കിട്ടി, അത് നേരെ AR കർവിലേക്ക് ടച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രൈസ് ലെവൽ കിട്ടി. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്, ലോസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, SAC കർവ് വരയ്ക്കുമ്പോൾ ഈ പ്രൈസ് പോയിന്റിൽ മുകളിൽ വരത്തക്ക രീതിയിൽ എന്ത് വരയ്ക്കുക, SAC കർവ് വരയ്ക്കുക. ഇതാണ് നമ്മുടെ പ്രൈസിന്റെ പോയിന്റ്. അതിന് മുകളിൽ വരത്തക്ക രീതിയിൽ SAC കർവ് വരയ്ക്കുക. എന്നിട്ട് ഈ ലൈൻ ഇങ്ങോട്ട് മുട്ടിച്ചിട്ട് ഇവിടേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഷെയ്ഡഡ് ഏരിയ ആണ് നമ്മുടെ ലോസ് ഏരിയ ആയിട്ട് വരിക. ഓക്കെ, അതൊക്കെ ഏതിൻ്റെ പോലെ തന്നെയാണ്, മൊണോപ്പൊളിയിൽ തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും വരയ്ക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നോർമൽ പ്രോഫിറ്റ് ആകുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഏരിയ വളരെ കുറച്ചാണ്. പക്ഷെ സൂപ്പർ നോർമൽ പ്രോഫിറ്റിന്റെ ഈ ഏരിയ, നമ്മൾ ആ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്ന ഏരിയ കുറച്ച് വലുപ്പത്തിൽ വരത്തക്ക രീതിയിൽ SAC കർവ് വരയ്ക്കുമ്പോൾ ഈ പ്രൈസിനേക്കാൾ താഴെ വരത്തക്ക രീതിയിൽ SAC കർവ് വരയ്ക്കുക. അത്രയ്ക്ക് അങ്ങോട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് നോർമൽ പ്രോഫിറ്റിൽ SAC കർവ് വരയ്ക്കുക. നോ പ്രോഫിറ്റ് നോ ലോസിലാണെങ്കിൽ നമ്മുടെ പ്രൈസിന്റെ ഈ പോയിന്റിൽ ടച്ച് ചെയ്ത് പോണ രീതിയിലുള്ള SAC കർവ് വരയ്ക്കുക. ലോസിന്റെ ഗ്രാഫ് ആണെങ്കിൽ നമ്മുടെ ഈ പ്രൈസ് പോയിന്റിൽ നിന്ന് കുറച്ച് എബവ് വരുന്ന രീതിയിൽ, മുകളിൽ വരുന്ന രീതിയിൽ SAC കർവ് വരച്ചാൽ നമുക്ക് ആ ലോസ് ഏരിയ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളാണ് നമുക്ക് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ ഷോർട്ട് റണ്ണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഷോർട്ട് റണ്ണിൽ നമുക്ക് മെയിൻ ആയിട്ട് 4 ഗ്രാഫുകൾ പഠിക്കണം. ഏതൊക്കെയാണ്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ അബ്നോർമൽ പ്രോഫിറ്റിന്റെ ഗ്രാഫ് വരെ പഠിക്കണം, നോർമൽ പ്രോഫിറ്റ് പഠിക്കണം, നോ പ്രോഫിറ്റ് നോ ലോസ് ഉണ്ട്, ലോസിന്റെ ഗ്രാഫ് ഉണ്ട്. ഇങ്ങനെ മൊത്തം 4 ഗ്രാഫാണ് നമുക്ക് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പഠിക്കാനുള്ളത്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമുക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തതും ഹൈ ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റുകൾക്കുമാണ് നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുക. കാരണം ഷോർട്ട് റൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ഫേംസിന് മാർക്കറ്റിലേക്ക് എൻട്രി ആവാനുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് അവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത് കൊണ്ടും ഹൈ ഡിമാൻഡ് ഉള്ളത് കൊണ്ടും അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പ്രൊഡക്റ്റിനെ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്താലും ആ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ആൾക്കാർ വന്നുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു ഷോർട്ട് പീരീഡിൽ അവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലത്തെ ഷോർട്ട് റണ്ണിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.